ലോകോത്തര നിലവാരത്തിലുള്ള റബ്ബർ മോൾഡുകൾ ടൈലുകൾക്കും പേവിംഗ് ബ്ലോക്കുകൾക്കും വേണ്ടി നിർമ്മിച്ച് വിപണിയിൽ ശ്രദ്ധ നേടിയ ഉഷ റബ്ബേഴ്സിന്റെ ഏറ്റവും പുതിയ ഉൽപ്പന്നമാണ് തൂവാനങ്ങൾക്കും ചാരുപടികൾക്കും വേണ്ടിയുള്ള സിന്തറ്റിക് കോട്ടിങ്ങോട് കൂടിയ റബ്ബർ മോൾഡുകൾ. ആധുനിക ഗൃഹനിർമ്മാണ രംഗത്ത് തൂവാനം ചെയ്ത വീടുകൾ, ചാരുപടിയുള്ള പൂമുഖങ്ങൾ എന്നിവയ്ക്ക് പ്രചാരം വർദ്ധിക്കുമ്പോൾ ഈ റബ്ബർ മോൾഡുകളുടെ ഉൽപാദനം പുതിയ മാറ്റങ്ങൾക്ക് വഴിതെളിയിക്കും. ഗുണമേന്മയിലും ഫിനിഷിംഗിലും ലോകോത്തര നിലവാരം പുലർത്തുന്ന ഉഷ റബ്ബേഴ്സിൽ നിന്നുള്ള ഈ സിന്തറ്റിക് കോട്ടിംഗ് റബ്ബർ മോൾഡുകൾ സ്വാഭാവിക റബ്ബറിന്റെയും സിന്തറ്റിക് റബ്ബറിന്റെയും 15ലധികം രാസവസ്തുക്കളുടെയും ഒരു സംശ്ലേഷണമാണ്. ഇത് റബ്ബർ മോൾഡുകൾക്ക് സുതാര്യമായ ഫിനിഷിംഗും തിളക്കമുള്ള ടെക്സ്ചർ ഡിസൈനും നൽകുന്നു. കൂടാതെ തൂവാനങ്ങൾക്കും ചാരുപടികൾക്കും ലോകോത്തര ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നു. കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് തൂവാനങ്ങൾക്കും ചാരുപടികൾക്കും മാത്രം ആയിരക്കണക്കിന് റബ്ബർ മോൾഡ് ഡിസൈനുകൾ ഒരു കമ്പനി അവതരിപ്പിക്കുന്നത്. പരമ്പരാഗത പ്ലാസ്റ്റിക് മോൾഡുകളിൽ നിന്നും ഫൈബർ മോൾഡുകളിൽ നിന്നും വിഭിന്നമായി റബ്ബർ മോൾഡുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന തൂവാനങ്ങൾക്കും ചാരുപടികൾക്കും 10 മടങ്ങ് ഫിനിഷിംഗും ഈടും നല്ല വിലയും ലഭിക്കുന്നു. ഈ ലോകോത്തര ഡിസൈനുള്ള തൂവാനങ്ങൾ, ചാരുപടികൾ എന്നിവ നിർമ്മിക്കുന്നതിന് നിങ്ങൾക്ക് എന്തെല്ലാം ആവശ്യമാണ്? 4 കാര്യങ്ങൾ മാത്രം. 1. ഒരു വർക്കിംഗ് ഷെഡ്. 2. മിനി വൈബ്രോ ടേബിൾ. തൂവാനങ്ങളും കവർ ബ്ലോക്കുകളും നിർമ്മിക്കുവാൻ മെഷീനറിയായി ഈ മിനി വൈബ്രോ ടേബിൾ മാത്രമേ ആവശ്യമായി വരുന്നുള്ളൂ. 3. ഉഷ റബ്ബർ മോൾഡുകൾ. 4. കെമിക്കൽ. അടുത്തത് നിർമ്മാണ ഘട്ടമാണ്. ആദ്യം ഫസ്റ്റ് ലെയർ തയ്യാറാക്കുന്നു. അതിനു വേണ്ട ഘടകങ്ങൾ: 1. വൈറ്റ് സിമന്റ് 1 ചട്ടി. 2. ഗ്രേ സിമന്റ് 1 ചട്ടി. 3. എം സാൻഡ് 2 ചട്ടി. 4. കെമിക്കൽ 10 ml. നിർമ്മാണ ഘട്ടത്തിൽ എം സാൻഡ്, വൈറ്റ് സിമന്റ്, ഗ്രേ സിമന്റ് എന്നിവ നിശ്ചിത അനുപാതത്തിൽ മിക്സ് ചെയ്യുന്നു. ഇതിനോടുകൂടി കെമിക്കൽ ചേർത്ത ജലം മിക്സ് ചെയ്യുന്നു. ഇപ്പോൾ ഫസ്റ്റ് ലെയർ തയ്യാറാക്കാൻ ആവശ്യമായ മിശ്രിതം രൂപപ്പെടുന്നു. തുടർന്ന് നമുക്ക് സെക്കൻഡ് ലെയർ തയ്യാറാക്കാം. ഇതിനാവശ്യമായ ഘടകങ്ങൾ: 1. ഗ്രേ സിമന്റ് 3 ചട്ടി. 2. എം സാൻഡ് 6 ചട്ടി. 3. ബേബി മെറ്റൽ 4 ചട്ടി. 4. കെമിക്കൽ 80 ml. സെക്കൻഡ് ലെയർ നിർമ്മാണ ഘട്ടത്തിൽ എം സാൻഡും ഗ്രേ സിമന്റും ബേബി മെറ്റലും നിശ്ചിത അനുപാതത്തിൽ മിക്സ് ചെയ്യുന്നു. തുടർന്ന് കെമിക്കൽ ചേർത്ത ജലം ഇതിനോടുകൂടി ചേർക്കുന്നു. ഈ മിശ്രിതം ഇപ്പോൾ സെക്കൻഡ് ലെയർ തയ്യാറാക്കുവാൻ ആവശ്യമായ അർദ്ധദ്രാവക മിശ്രിതമായി രൂപപ്പെടുന്നു. ഈ പ്രക്രിയകൾക്കായി ഉപയോഗിക്കുന്ന കെമിക്കൽസ് പൊതുവായി WRA, അതായത് വാട്ടർ റെഡ്യൂസിംഗ് ആഡ് മിക്സ്ചർ എന്നറിയപ്പെടുന്നു. ഈ ശാസ്ത്രീയ സംവിധാനം ഉപയോഗിക്കുന്നതിലൂടെ ഉൽപ്പന്നത്തിന് കൂടുതൽ ഈടും ബലവും ലഭിക്കുന്നു. മാത്രമല്ല, വാട്ടർ ക്യൂറിംഗിന് 24 മണിക്കൂർ മാത്രമേ ആവശ്യമുള്ളൂ. അതിനാൽ ഉൽപ്പന്നം കേവലം 1 ദിവസത്തിനകം വിപണനത്തിന് തയ്യാറാകുന്നു. ഇനി നമുക്ക് നിർമ്മാണത്തിന്റെ ആദ്യ ഘട്ടത്തിലേക്ക് കടക്കാം. ആദ്യമായി റബ്ബർ മോൾഡുകൾ സോപ്പ് ലായനി ഉപയോഗിച്ച് വൃത്തിയായി കഴുകുക. തുടർന്ന് വൈബ്രോ ഫോമിംഗ് ടേബിൾ ഓൺ ചെയ്യുക. ഈ വൈബ്രോ ഫോമിംഗ് ടേബിളിനു മുകളിൽ വൃത്തിയാക്കിയ റബ്ബർ മോൾഡുകൾ എടുത്തുവെക്കുക. അതിനുശേഷം അളവ് കപ്പ് ഉപയോഗിച്ച് ആദ്യത്തെ മിശ്രിതം നിറയ്ക്കുക. ശേഷം
മോൾഡുകളെ വൈബ്രേറ്റ് ചെയ്യുവാൻ അനുവദിക്കാം. വൈബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഉൽപ്പന്നത്തിലെ വായു കുമിളകൾ പുറന്തള്ളുകയും തൂവാനങ്ങളും ചാരുപടികളും കൂടുതൽ ഉറയ്ക്കുകയും ഫസ്റ്റ് ലെയറിംഗിന് ആവശ്യമായ പരിപൂർണ ഫിനിഷിംഗ് ലഭ്യമാകുകയും ചെയ്യുന്നു. വൈബ്രോഫോമിംഗ് ടേബിളുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാകുന്ന അശ്രദ്ധ ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മയെയും ഫിനിഷിംഗിനെയും സാരമായി ബാധിക്കുന്നു. തുടർന്ന് സെക്കൻഡ് ലെയർ ഫിൽ ചെയ്യുന്നു. ഇതിന്റെ ആദ്യഘട്ടത്തിൽ തൂവാനങ്ങളുടെയും ചാരുപടികളുടെയും ഉറപ്പിനായി 10 ഗേജ് അല്ലെങ്കിൽ 12 ഗേജ് കമ്പി കൃത്യമായ അളവിൽ കട്ട് ചെയ്ത് ആദ്യ ലെയറിനു മുകളിൽ വയ്ക്കുന്നു. തുടർന്ന് ഇതിനു മുകളിൽ സെക്കൻഡ് ലെയർ മിശ്രിതം നിറയ്ക്കുന്നു. സെക്കൻഡ് ലെയർ മിശ്രിതം നിറച്ച റബ്ബർ മോൾഡുകളെ വൈബ്രേറ്റ് ചെയ്യുവാൻ അനുവദിക്കുന്നു. വൈബ്രേറ്റ് ചെയ്ത റബ്ബർ മോൾഡുകളെ ഉണക്കുന്നതിനായി മറൈൻ പ്ലൈവുഡ് പാനൽ ഉപയോഗിച്ച് എടുത്തതിനു ശേഷം നിരപ്പായ പ്രതലത്തിൽ നിരത്തിവെക്കുന്നു. ഇരുവശവും പോളിഷിംഗ് ആവശ്യമുള്ള ചാരുപടികൾ മിനുക്കുന്നതിനായി ഈ സമയത്ത് വൈറ്റ് സിമന്റും ഗ്രേ സിമന്റും ചേർത്ത മിശ്രിതം ഉപയോഗിക്കുന്നു. ഇവ 24 മണിക്കൂറിനുള്ളിൽ വെള്ളം വലിഞ്ഞ് ഡീമോൾഡിങ്ങിന് തയ്യാറാകുന്നു. ഫിനിഷ് ചെയ്ത തൂവാനങ്ങളും ചാരുപടികളും മിക്കവാറും തയ്യാറായെങ്കിലും ഡീമോൾഡിംഗ് വളരെ ക്ഷമയും അധ്വാനവും ശ്രദ്ധയും പരിചയസമ്പത്തും ആവശ്യപ്പെടുന്നു. വളരെ സൂക്ഷ്മതയോടെ മോൾഡുകളിൽ നിന്ന് വേർതിരിച്ചെടുത്താലേ ഉപയോക്താവ് ആഗ്രഹിക്കുന്ന ഫിനിഷിംഗും തിളക്കവും ലഭിക്കുകയുള്ളൂ. ഇരുപുറവും ഡിസൈൻ ആവശ്യമുള്ള ചാരുപടികൾ നിർമ്മിക്കുമ്പോൾ പരസ്പരം രണ്ടു വശവും ഒട്ടിച്ചു ചേർക്കേണ്ടതാണ്. ഇതിനായി ഡീമോൾഡ് ചെയ്ത് ഒരു ദിവസം പഴക്കമുള്ള ചാരുപടി എടുത്ത് വെള്ളത്തിൽ മുക്കിയതിനു ശേഷം ഒരു വശത്ത് ഗ്രേ സിമന്റ് മിശ്രിതം പൂശി അന്നേ ദിവസം നിർമ്മിച്ച അതേ ചാരുപടി ഡിസൈനിന്റെ മുകളിൽ ഒട്ടിച്ചു ചേർക്കുന്നു. പിറ്റേ ദിവസം ഇത് ഡീമോൾഡ് ചെയ്യുമ്പോൾ നമുക്കാവശ്യമായ ഡിസൈൻ ലഭ്യമായിട്ടുണ്ടാകും. ഇപ്പോൾ തൂവാനങ്ങളും ചാരുപടികളും ഇൻസ്റ്റലേഷന് തയ്യാറായി. നിങ്ങളുടെ അഭിരുചിക്കനുസൃതമായി താൽപ്പര്യമുള്ള ഡിസൈനുകൾ തിരഞ്ഞെടുക്കുകയും ഫിക്സ് ചെയ്തതിനു ശേഷം പോളിഷിംഗ് നടത്താവുന്നതുമാണ്. പോളിഷിംഗിനായി ആദ്യം വെള്ള പ്രൈമർ അടിക്കുക. ഉണങ്ങിയതിനു ശേഷം ടീക്ക് സ്പെഷ്യൽ അടിക്കാം. അതിനുശേഷം
ഡിസൈൻ വരയ്ക്കുന്നു. പിന്നീട് പ്രൈമർ, തിന്നർ സീലർ മിശ്രിതം അടിക്കും. അതിനു മീതെ നിറങ്ങളുടെ പ്രൊജക്ഷനു വേണ്ടി പോളിഷ് അടിക്കുന്നു. ഉഷ റബ്ബേഴ്സിൽ നിന്നുള്ള ഈ തൂവാനങ്ങളും ചാരുപടികളും ആധുനിക ഡിസൈനുള്ള വീടുകൾക്കും പരമ്പരാഗത ഡിസൈനുള്ള വീടുകൾക്കും കൂടുതൽ സൗന്ദര്യം പകരുന്നവയാണ്. ഇത് വീടിന്റെ ആഠിത്വത്തിനും പ്രൗഢിക്കും കൂടുതൽ മിഴിവ് നൽകുന്നു. വ്യത്യസ്തമായ ഡിസൈൻ പാറ്റേണുകൾ നിങ്ങളുടെ കെട്ടിടത്തിന്റെ ചുമരുകൾക്ക് നൽകൂ. അതിശയത്തിന്റെ പുതിയൊരു ലോകത്തേക്ക് വാതിൽ തുറക്കൂ. ഉഷ റബ്ബേഴ്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വോൾ ടൈൽസിന് വേണ്ടിയുള്ള സിന്തറ്റിക് കോട്ടിങ്ങോട് കൂടിയ റബ്ബർ മോൾഡുകൾ. ഈ റബ്ബർ മോൾഡുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിർമ്മിക്കാം ലോകോത്തര നിലവാരമുള്ള വോൾ ടൈൽ ഡിസൈനുകൾ. അടുത്തത് നിർമ്മാണ ഘട്ടമാണ്. ആദ്യം ഫസ്റ്റ് ലെയർ തയ്യാറാക്കുന്നു. അതിനു വേണ്ട ഘടകങ്ങൾ: വൈറ്റ് സിമന്റ്, ഗ്രേ സിമന്റ്, എം സാൻഡ് കെമിക്കൽ. നിർമ്മാണ ഘട്ടത്തിൽ എം സാൻഡ്, വൈറ്റ് സിമന്റ്, ഗ്രേ സിമന്റ് എന്നിവ നിശ്ചിത അനുപാതത്തിൽ മിക്സ് ചെയ്യുന്നു. ഇതിനോടുകൂടി കെമിക്കൽ ചേർത്ത ജലം മിക്സ് ചെയ്യുന്നു. ഇപ്പോൾ ഫസ്റ്റ് ലെയർ തയ്യാറാക്കാൻ ആവശ്യമായ മിശ്രിതം രൂപപ്പെടുന്നു. തുടർന്ന് നമുക്ക് സെക്കൻഡ് ലെയർ തയ്യാറാക്കാം. ഇതിനാവശ്യമായ ഘടകങ്ങൾ: ഗ്രേ സിമന്റ്, എം സാൻഡ്, ബേബി മെറ്റൽ കെമിക്കൽ. സെക്കൻഡ് ലെയർ നിർമ്മാണ ഘട്ടത്തിൽ എം സാൻഡും ഗ്രേ സിമന്റും ബേബി മെറ്റലും നിശ്ചിത അനുപാതത്തിൽ മിക്സ് ചെയ്യുന്നു. തുടർന്ന് കെമിക്കൽ ചേർത്ത ജലം ഇതിനോടുകൂടി ചേർക്കുന്നു. ഈ മിശ്രിതം ഇപ്പോൾ സെക്കൻഡ് ലെയർ തയ്യാറാക്കുവാൻ ആവശ്യമായ അർദ്ധദ്രാവക മിശ്രിതമായി രൂപപ്പെടുന്നു. ഈ പ്രക്രിയകൾക്കായി ഉപയോഗിക്കുന്ന കെമിക്കൽസ് പൊതുവായി WRA, അതായത് വാട്ടർ റെഡ്യൂസിംഗ് ആഡ് മിക്സ്ചർ എന്നറിയപ്പെടുന്നു. ഈ ശാസ്ത്രീയ സംവിധാനം ഉപയോഗിക്കുന്നതിലൂടെ ഉൽപ്പന്നത്തിന് കൂടുതൽ ഈടും ബലവും ലഭിക്കുന്നു. മാത്രമല്ല, വാട്ടർ ക്യൂറിംഗിന് 24 മണിക്കൂർ മാത്രമേ ആവശ്യമുള്ളൂ. അതിനാൽ ഉൽപ്പന്നം കേവലം ഒരു ദിവസത്തിനകം വിപണനത്തിന് തയ്യാറാകുന്നു. ഇനി നമുക്ക് നിർമ്മാണത്തിന്റെ ആദ്യ ഘട്ടത്തിലേക്ക് കടക്കാം. ആദ്യമായി റബ്ബർ മോൾഡുകൾ സോപ്പ് ലായനി ഉപയോഗിച്ച് വൃത്തിയായി കഴുകുക. തുടർന്ന് വൈബ്രോ ഫോമിംഗ് ടേബിൾ ഓൺ ചെയ്യുക. ഈ വൈബ്രോ ഫോമിംഗ് ടേബിളിന് മുകളിൽ വൃത്തിയാക്കിയ റബ്ബർ മോൾഡുകൾ എടുത്തുവെക്കുക. അതിനുശേഷം അളവ് കപ്പ് ഉപയോഗിച്ച് ആദ്യത്തെ മിശ്രിതം നിറയ്ക്കുക. ശേഷം മോൾഡുകളെ വൈബ്രേറ്റ് ചെയ്യുവാൻ അനുവദിക്കാം. വൈബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഉൽപ്പന്നത്തിലെ വായു കുമിളകൾ പുറന്തള്ളുകയും വോൾ ടൈൽസ് കൂടുതൽ ഉറയ്ക്കുകയും ഫസ്റ്റ് ലെയറിംഗിന് ആവശ്യമായ പരിപൂർണ ഫിനിഷിംഗ് ലഭ്യമാകുകയും ചെയ്യുന്നു. വൈബ്രോ ഫോമിംഗ് ടേബിളുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാകുന്ന അശ്രദ്ധ ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മയെയും ഫിനിഷിംഗിനെയും സാരമായി ബാധിക്കുന്നു. തുടർന്ന് സെക്കൻഡ് ലെയർ ഫിൽ ചെയ്യുന്നു. സെക്കൻഡ് ലെയർ മിശ്രിതം നിറച്ച റബ്ബർ മോൾഡുകളെ
വൈബ്രേറ്റ് ചെയ്യുവാൻ അനുവദിക്കുന്നു. വൈബ്രേറ്റ് ചെയ്ത റബ്ബർ മോൾഡുകളെ ഉണക്കുന്നതിനായി മറൈൻ പ്ലൈവുഡ് പാനൽ ഉപയോഗിച്ച് എടുത്തതിനു ശേഷം നിരപ്പായ പ്രതലത്തിൽ നിരത്തിവെക്കുന്നു. ഇവ 24 മണിക്കൂറിനുള്ളിൽ വെള്ളം വലിഞ്ഞ് ഡീമോൾഡിംഗിന് തയ്യാറാകുന്നു. ഡീമോൾഡിംഗ് വളരെ ക്ഷമയും അധ്വാനവും ശ്രദ്ധയും പരിചയസമ്പത്തും ആവശ്യപ്പെടുന്നു. വളരെ സൂക്ഷ്മതയോടെ മോൾഡുകളിൽ നിന്ന് വേർതിരിച്ചെടുത്താലേ ഉപയോക്താവ് ആഗ്രഹിക്കുന്ന ഫിനിഷിങ്ങും തിളക്കവും ലഭിക്കുകയുള്ളൂ. ഉഷ റബ്ബേഴ്സിൽ നിന്നുള്ള ഒരു പുതിയ ഉൽപ്പന്നമാണ് കവർ ബ്ലോക്ക്. കോൺക്രീറ്റിംഗ് രംഗത്തെ ന്യൂനതകളെക്കുറിച്ച് ഉഷ റബ്ബേഴ്സ് നടത്തിയ പഠനങ്ങൾക്കും റിസർച്ചുകൾക്കും ശേഷമാണ് കവർ ബ്ലോക്ക് എന്ന ഉൽപ്പന്നം വിദഗ്ധരുടെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്നത്. സാധാരണഗതിയിൽ കോൺക്രീറ്റിംഗ് സമയത്ത് നിശ്ചിത അളവുകളിൽ കമ്പികൾ കോൺക്രീറ്റിംഗിന്റെ ബലത്തിനായി ഉപയോഗിക്കേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ പരമ്പരാഗത മാർഗങ്ങൾ അവലംബിക്കുന്നു. കമ്പികളുടെ അളവ് ക്രമീകരണത്തിനായി കോൺക്രീറ്റിംഗ് സമയത്ത് നിശ്ചിത അകലത്തിൽ കല്ലുകൾ നിരത്തുകയും അതിനു മുകളിൽ കമ്പികൾ നിരത്തുകയും ചെയ്യുന്നു. ഈ രീതി തീർത്തും അശാസ്ത്രീയമായതിനാൽ നിയതമായ അളവ് ക്രമീകരണം പാലിക്കാൻ കഴിയാതെ വരികയും കോൺക്രീറ്റിംഗിന് ബലക്ഷയം, ചോർച്ച എന്നീ ന്യൂനതകൾ സംഭവിക്കുകയും ചെയ്യുന്നു. കല്ലുകൾ നിരത്തിയാണ് കമ്പികളുടെ ക്രമീകരണം നടത്തുന്നത്. ഈ സമയത്ത് കമ്പി കല്ലിനു മുകളിൽ നിന്ന് തെന്നി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉന്നത നിലവാരമുള്ള സിമന്റും കമ്പിയും ഉപയോഗിച്ചിട്ടും കോൺക്രീറ്റിംഗിലുള്ള അശാസ്ത്രീയ മാർഗമാണ് 90% കെട്ടിടങ്ങളുടെയും ബലക്ഷയത്തിനും ചോർച്ചയ്ക്കും കാരണം. കവർ ബ്ലോക്കുകൾ നിർമ്മിക്കുവാൻ ആവശ്യമായ ഘടകങ്ങൾ: വൈറ്റ് സിമന്റ്, ഗ്രേ സിമന്റ്, എം സാൻഡ്, ബേബി മെറ്റൽ, കെമിക്കൽ. നിർമ്മാണ ഘട്ടത്തിൽ എം സാൻഡ്, വൈറ്റ് സിമന്റ്, ഗ്രേ സിമന്റ്, ബേബി മെറ്റൽ എന്നിവ നിശ്ചിത അനുപാതത്തിൽ മിക്സ് ചെയ്യുന്നു. തുടർന്ന് കെമിക്കൽ ചേർത്ത ജലം ഇതിനോടുകൂടി മിക്സ് ചെയ്യുന്നു. തുടർന്ന് ഈ മിശ്രിതം ഓൺ ചെയ്ത വൈബ്രോ ഫോമിംഗ് ടേബിളിന് മുകളിൽ നിരത്തിയ വൃത്തിയാക്കിയ റബ്ബർ മോൾഡുകളിൽ നിറച്ച് ഈ മോൾഡുകളെ വൈബ്രേറ്റ് ചെയ്യുവാൻ അനുവദിക്കുന്നു. വൈബ്രേറ്റ് ചെയ്തതിനു ശേഷം ഇവയെ ഉറപ്പുള്ള മെറൈൻ പ്ലൈവുഡ് ഉപയോഗിച്ചെടുത്ത് നിരപ്പായ പ്രതലത്തിൽ ഉണക്കാനായി നിരത്തുന്നു. 24 മണിക്കൂറിനുള്ളിൽ ഈ കവർ ബ്ലോക്കുകൾ ഡീമോൾഡിംഗിന് തയ്യാറാക്കുകയും ഉപയോഗയോഗ്യമായി തീരുകയും ചെയ്യുന്നു.